ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണത്. ഞാനിന്ന് ഈ ചമ്മന്തി റെഡിയാക്കിയിട്ടുള്ളത് ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് കപ്സയുടെ കൂടി ഇഡ്ഡലിയുടെ കൂടി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണത്. അപ്പം നമുക്ക് നമ്മുടെ ചമ്മന്തി എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. പുതിനയിലയാണ് നമ്മൾ മല്ലിയിലയിലേറെ കുറച്ച് കൂടുതൽ എടുക്കേണ്ടത്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിനയില കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം, പക്ഷേ തൈര് ചേർത്തിട്ട് നമ്മുടെ ചമ്മന്തി റെഡിയാക്കുമ്പോഴാണ് നമ്മുടെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം നിങ്ങൾ തൈരനെ ചേർത്തിട്ട് ചമ്മന്തി റെഡിയാക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തി നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും